കിഡ്നി ഡിസീസ് 2 തരമാണുള്ളത്. അക്യൂട്ട് കിഡ്നി ഇഞ്ചറി എന്നും ക്രോണിക് കിഡ്നി ഡിസീസ് എന്നും പറയും. നമുക്കുണ്ടാകുന്ന കിഡ്നിക്കുള്ള ഡാമേജ് 3 മാസത്തിലേറെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയുടെ സാധാരണ കാരണങ്ങൾ മൂത്രത്തിൽ പഴുപ്പ്, യൂറോസെപ്സിസ് എന്ന് പറയും. കിഡ്നിയിലേക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും. കിഡ്നിയിൽ സ്റ്റോൺ വന്ന് തടസ്സം ഉണ്ടാവുക, ചില മെഡിസിൻസ്, നമുക്ക് പെയിൻ കില്ലേഴ്സൊക്കെ നമ്മൾ കഴിക്കുമല്ലോ, ഓവറാൻ, മെഫ്താൽ, അങ്ങനെയുള്ള മെഡിസിൻസൊക്കെ കിഡ്നിക്ക് ടോക്സിക്കാണ്. അപ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ഉണ്ടാവും. ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ അണുബാധ വരുമ്പം എലിപ്പനി, ഡെങ്കിപ്പനി, സ്ക്രബ് ടൈഫസ്, ചെള്ളുപനി എന്ന് പറയും. ഇതെല്ലാം അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ഉണ്ടാക്കും. കിഡ്നി ഡിസീസ് 3 മാസത്തിലേറെ നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണം ഡയബറ്റിക് നെഫ്രോപ്പതിയാണ്. അതായത് പഞ്ചസാരയുടെ അസുഖം നമ്മുടെ കിഡ്നിയെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ, സ്ഥിരമായിട്ടുണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷൻ, അടിക്കടി ഉണ്ടാകുന്ന കിഡ്നി സ്റ്റോൺസ്, ഇതെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ കാരണങ്ങളാണ്. ഇതുകൂടാതെ പാരമ്പര്യ വൃക്കരോഗങ്ങളായ നമ്മൾ ADPKD എന്ന് പറയും, ഓട്ടോസോമൽ ഡോമിനൻറ്റ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ്, കിഡ്നിയുടെ മെംബ്രെയിൻ ഉണ്ടാകുന്ന ഡാമേജായ ക്രോണിക് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ്, ഇതെല്ലാം ക്രോണിക് കിഡ്നി ഡിസീസിൻ്റെ കാരണങ്ങളാണ്.